അപ്പോൾ ഗൈസ് ഇപ്പം ഞാനിന്ന് ഒരു താള് തോരൻ ഉണ്ടാക്കാനായിട്ടോ പോകുന്നത്. അപ്പം ഞാനൊരു താള് പറിച്ചുകൊണ്ട് വരാം. ഇതുണ്ടോ, ഇത് എൻ്റെ ഏലമാണേ കേട്ടോ. ഇതിൽ ഏലക്ക ഉണ്ടാകുന്നൊക്കെ ഉണ്ട്. നാളെ 2-3 പൂവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പൂ വരുന്നില്ല കേട്ടോ. ഉണ്ടാവുമായിരിക്കും. ഇപ്പം ബാ, അതെവിടെ ഒരു പാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട്. അത് കുറച്ച് നമുക്കിവിടെ വെക്കാതെ തിരിച്ചു വരുമ്പോൾ എടുക്കാം. ബാ, പക്ഷെ കാടുണ്ട് ഇവിടെ. കാടുണ്ടെങ്കിലും പേടിക്കാനൊന്നുമില്ല, സ്നേക്സ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നിൽക്കും. നല്ല താള് നോക്കി നമുക്ക് പറിക്കാവേ. ഒരുപാടൊക്കെ തോരൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇനിയല്ല, എന്നാലും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അതുകൊണ്ട് ഞാനിത് ഒരെണ്ണം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്യാതെ. ഞങ്ങളവിടെ അതേലൊക്കെ പാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട്. ആ പാഷൻ ഫ്രൂട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാലു. ഇത് ആ മാവേലുണ്ട്. ഇത് കണ്ടോ ബായോ വരുന്നുണ്ടോ? അപ്പോൾ താള് വേവിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പരിപ്പില്ലേ, പരിപ്പൊരു 1/2 കപ്പ് ഇത് കണ്ടോ. ഈ 1/2 കപ്പ് പരിപ്പും കൂടെ നമ്മൾ കുക്കറിലിട്ടൊന്ന് ചെറുതായിട്ട് വേവിച്ച് വെക്കണം. അപ്പോൾ അതും കൂടെയാണ് നമ്മൾ ഈ താള് തോരൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തെ കുക്കറിനകത്ത് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ താള് എല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സവോള, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും ഐറ്റം കൂടെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി. അപ്പോൾ ഇതും കൂടെ നമുക്ക് പൊളിച്ച് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ഇവിടെ നമുക്ക് വെക്കണം. പരിപ്പ് 2 വട്ടം വല്ലതും ചീറ്റിയാൽ മതിയേ. അതൊന്ന് നിർത്തിയിട്ട് വട്ടെ. ഞാൻ തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര തേങ്ങ മതി. അതായത് ഈ താള് അവിഞ്ഞ് വരുമ്പോഴേ അത് കുറച്ചേ കാണുകയുള്ളൂ. അപ്പോൾ പിന്നെ തേങ്ങ കൂടുതലായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അത്രയും ഇതുണ്ട്. ഇത്രയും വെളുത്തുള്ളി, പിന്നെ നമുക്ക് സവോള കൂടെ കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ശരിക്കും നമ്മൾ ഈ പുറത്തുനിന്ന് ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റും ഹെൽത്തിയും നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പപ്പായയും ഈ താള് തോരനൊക്കെ കഴിക്കുന്നതാണ് ആരോഗ്യപരമായി നോക്കിയാൽ നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വല്ലപ്പോഴും ഒക്കെ അതൊക്കെ മേടിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് ഈ സവോള ഈ ചോപ്പറിലൊന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് വെക്കാവേ. അപ്പം ഞാനത് കഴുകിയിട്ട് വെട്ടെ. മാലു, നീ ഇച്ചിരി കരിയാപ്പില കുറച്ചുകൊണ്ട് തരാവോ? ഇല്ലായിരിക്കും. ഇതൊന്ന് ചെറുതായിട്ടിങ്ങനെ 4ആയിട്ടോ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത്രയും മതി. എന്നിട്ട് നമുക്കിതടച്ച് ഇതൊന്ന് നമ്മളിത് നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഈ പച്ചമുളക് ചെറുതായിട്ട് അരിയണം. ഇതൊന്ന് ചതച്ചും വെക്കണം ഈ നമ്മുടെ വെളുത്തുള്ളി. അപ്പോൾ ഞാനെന്നാൽ ഇതൊന്ന് കഴുകിയിട്ട് വരാവേ. ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകണം, എന്നാലേ ഉള്ളൂ.
നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മൾ കഴുകണം. എന്നാലും പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് പിന്നെ കഴുകുന്നില്ലല്ലോ, അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് അത് കഴുകിയെടുക്കണം. ഓക്കെ, അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇപ്പോഴത്തെ ഇത് നമ്മളിത് കട്ട് ചെയ്യണം. ഇത് 4ആയിട്ടോ 3ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ പുറം ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ വലിച്ചെടുക്കാം. കണ്ടോ, തൊലിയൊക്കെ ഇങ്ങനെ ശകലമൊക്കെ ചെത്തി കളഞ്ഞേക്ക്. ഞാൻ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ കട്ട് ചെയ്യുന്നതിന് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. കണ്ടോ, ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് ഞാനിങ്ങനെ എടുക്കും. കണ്ടോ, നല്ല വെള്ള സൂപ്പറായിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ അതുപോലെ ഇതെല്ലാം നമ്മളിത് കട്ട് ചെയ്ത് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോഴത്തേ ഞാൻ കുറേ അരിഞ്ഞു കേട്ടോ. ഇതുപോലെ ഒന്ന് കൊത്തി, വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ വലിയ കഷ്ണങ്ങളല്ല, ഒന്ന് കൊത്തി അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കുക. കണ്ടോ, ഇതൊക്കെ അവിഞ്ഞ് വരുമ്പോൾ ഇച്ചിരിയേ കാണുള്ളൂ. കണ്ടോ, അങ്ങനെ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ശകലം ഉപ്പും ഇതിച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി അതിൻ്റെ വെള്ളം കുറച്ച് ഊറ്റിക്കളയും. കാരണം എന്ന് വെച്ചാൽ ചിലപ്പം ചിലർക്ക് ചൊറിയും. അത് കാരണം ഞാനങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഇതുണ്ട് ഇതിൻ്റെ വെള്ളം. വെള്ളം ഇതുപോലെ കളയും. അപ്പം നമുക്ക് ഇതൊന്ന് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് നമുക്കിത് പ്രിപ്പറേഷൻ തുടങ്ങാവേ. ഇതൊന്ന് ഈ വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാണെന്ന് തോന്നുന്നത്. മറ്റേ പരിപ്പാണ് വേണ്ടത്, സാമ്പാർ പരിപ്പാണ് വേണ്ടത്. എന്നാലും കുഴപ്പമില്ല, കുറച്ചിടാം. അപ്പോൾ ഇത് ചൂടായി, നമ്മളിത് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, വറ്റൽ മുളകും കൂടെ ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, ഈ ശകലം പച്ചമുളക്, ഭയങ്കര എരിവുള്ള പച്ചമുളക്, അത് കാരണം കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കരിയാപ്പില, അതും കൂടി ഇട്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഈ താളില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ, താളങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യാം. ശരിക്കും സാമ്പാർ പരിപ്പാണെങ്കിൽ ഒന്നൊന്ന് തൊടാതെ കിടക്കുന്ന പരിപ്പാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇടാവേ. പക്ഷേ അത് കുറച്ച് വെന്ത് പോയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് അത് ഒന്ന്
ഒരു മേമ്പൊടിക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ പരിപ്പ് ഇല്ലെങ്കിലും ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഈ തേങ്ങാപ്പീരയും ഇച്ചിരി ജീരകവും കൂടെ അതിൻ്റെ ഒക്കത്തോട്ടിടാവേ. എന്നിട്ട് ഞാനതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പരിപ്പും കൂടി ഇടണമല്ലോ. എന്തുണ്ട് നമ്മുടെ പരിപ്പിൻ്റെ അവസ്ഥ ഇതായതുകൊണ്ട് നമ്മളൊരു കുറച്ചേ ഇടുന്നുള്ളേ. അത് പരിപ്പ് ഇത് വെന്ത് പോയെന്ന് ഓർത്തുകൊണ്ട് ആരും പേടിക്കണ്ട. ഇത് നമ്മുടെ സാമ്പാറിന് നമ്മൾ ഉപയോഗിക്കും. കണ്ടോ, അവിഞ്ഞു പോയി. അത് നമ്മൾ കുറച്ചൊന്നൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇത് ഉപ്പിട്ടിട്ട് ഞാനിത് ഈ താള് പിഴിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പുണ്ട്. എന്നാലും നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോ എന്ന്. ലേശ ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഞാനൊരു ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. ഇനി നമ്മളത് ഇങ്ങനെ ഒന്ന് വെതറിയിട്ട് കൊടുക്കണം. കാരണം എന്നാ അറിയോ, ഇതിൻ്റെ കുറച്ച് വെള്ളമയമുണ്ട്. അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് വല്ലതും മതി. അപ്പോഴേ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഈ സവോള ചേർത്തില്ല, ഞാൻ മറന്നുപോയേ. അപ്പം ഞാനത് പിന്നെ വേറൊരു ചീൻചട്ടിക്കകത്തോട്ട് ഞാൻ ഈ സവോള ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നുപോയതാണ് ഈ സവോളയുടെ കാര്യം. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ സവോളയും കൂടെ ആ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കടുക് കാച്ചിയില്ലേ, അപ്പം അതിൻ്റെ അകത്തോട്ട് ഈ സവോളയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ആ കറിക്ക് അത്രയും ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഞാൻ ഓർക്കുകയും ചെയ്തു എന്താണ് ആ കറിക്ക് എന്തോ ഒരു അഭംഗി പോലെ തോന്നിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഈ സവോള അവിടെ നമ്മൾ ചേർത്തില്ല എന്ന് മനസ്സിലായത്. സോറി ഗൈസ്. എന്തായാലും ഞാനിപ്പോൾ കണ്ടത് നന്നായി. എന്തായാലും ഞാനിത് ഈ സവോളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ നമുക്കങ്ങോട്ട് ചേർത്ത് അതങ്ങോട്ട്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അറിയാതെ സംഭവിച്ചു പോയതല്ലേ, കുഴപ്പമില്ല. കണ്ടോ, ആ കറിയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. സൂപ്പറാണ്. പിള്ളേർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.